ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ ചേരുകയാണ്. ശശികല ടീച്ചർ, ഈ അന്വേഷണം പിടിമുറുകുന്ന ഘട്ടത്തിൽ ഈ കൂടുതൽ CPM നേതാക്കൾ, ദേവസ്വം ബോർഡിന്റെ പ്രമുഖ ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ കുടുങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. കാരണം ED അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പറയുന്നതിൻ്റെ തന്നെ അടിസ്ഥാനം അതാണ്. എന്തായാലും ഇപ്പോൾ SIT ഈ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാൻ നീങ്ങുന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ടീച്ചർ, എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? ഇവിടെ ഇത്തിരി വൈകിയാണെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടല്ലോ, കോടതി കടുപ്പിച്ച നടക്കുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കാനേ ഇപ്പൊ നമുക്ക് കഴിയുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഈ കൊള്ള പുറത്തു വന്ന സെപ്റ്റംബർ മാസത്തിലെ നടക്കേണ്ടിയിരുന്ന അറസ്റ്റാണിത്. നമുക്കെല്ലാം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അധികാരികളെ കാണേണ്ടിക്ക് വന്ന ആ പ്രക്ഷോഭ കാലത്ത് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായം, ഒരുപക്ഷെ പത്മകുമാർ നിഴല് മാത്രമാണോ എന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ എടുക്കുന്ന നടപടികളിലും അല്ലെങ്കിൽ അവരെടുക്കുന്ന പലതിലും എടുക്കുന്ന ഇനീഷ്യേറ്റീവും ഒക്കെ കാണുമ്പോൾ പത്മകുമാറിനേക്കാൾ വളരെ മുന്നിലാണ് അധികാരം കൊണ്ട് മറ്റു പലരും അല്ലെങ്കിൽ എന്ന് തോന്നുന്നവർ, അവർക്കാണോ കൂടുതൽ സ്വാധീനം എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു അന്നത്തെ അവരുടെ പെരുമാറ്റങ്ങളൊക്കെ. അതിനൊരു പരിധിവരെ കാരണം എന്താ വെച്ചാൽ ചക്രദാസിന്റെ മകൻ അന്ന് ഇതിന്റെ മൊത്തം കരുതി വലിച്ചിരുന്ന വ്യക്തിയാണ്. ഈ അറസ്റ്റ് വൈകാൻ ഒരു കാരണം അത് തന്നെയാണ്. അദ്ദേഹം DIG പദവിയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റ് ഇതുവരെ വൈകിയത്. അപ്പോ റൂൾ ഓഫ് ലോ ഇവിടെ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതിന്റെ കോടതിക്ക് ഈ ഒരു ഘട്ടത്തിൽ കോടതിക്ക് ഇടപെടേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച്, നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് തന്നെ നമ്മൾ ആശങ്കപ്പെടണം എന്നുള്ളതാണ്. കാരണം ജനാധിപത്യത്തില് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷെ ഇവിടെ ഒരു പോലീസ് ഓഫീസറുടെ സർക്കാരിലുള്ള പിടികാരണം അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം അല്ലെങ്കിൽ പിതാവ് രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് റൂൾ ഓഫ് ലോ? ജനാധിപത്യത്തിന്റെ അടിത്തറ ഏതാണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷെ ഇവിടെ അതായില്ല. പാർട്ടി നേതാക്കളിലേക്ക് എത്താതിരിക്കാൻ പരമാവധി, ഒരുപക്ഷെ പത്മകുമാറിലേക്ക് ആദ്യം എത്തിയത് പത്മകുമാർ അവരുടെ പാർട്ടി യോഗത്തിൽ ചില വിമത സ്വരങ്ങൾ ഉയർത്തി എന്നതുകൊണ്ട് അവർക്ക് പത്മകുമാറിനെ പിന്താങ്ങേണ്ട ബാധ്യതയില്ല, അല്ലെങ്കിൽ പത്മകുമാർ അനുഭവിക്കട്ടെ എന്ന് കരുതി വിട്ടുകൊടുത്ത പോലെ ബാക്കി അവരുമായി വിമതസ്വരം ഉയർത്താത്ത എല്ലാവരെയും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാനാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായി 2014 ശേഷം നടന്നിട്ടുള്ള എല്ലാ അല്ലെങ്കിൽ 2018 ശേഷം നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും ഇവര് കാരണം ശബരിമലയിൽ അത്രയും പിടിമുറുക്കിയിട്ടുണ്ട് പാർട്ടി. DYFI അടക്കം പുറത്തു നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു, അല്ലെങ്കിൽ അകത്ത് കയറി നിയന്ത്രിച്ചിരുന്നു ഒക്കെ നമുക്കറിയാം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ. അപ്പൊ പാർട്ടി അറിയാതെ അവിടെ ഇല അനങ്ങില്ല ആ കാലത്ത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കളിലേക്ക് എത്തിയേ പറ്റൂ. പാർട്ടി നേതാക്കളെ പൊതിഞ്ഞു പിടിക്കുന്ന പാർട്ടിയുടെ സംവിധാനം അത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. കോടതി ഇത്രയും വൈകിയാണെങ്കിലും ഇടപെട്ടു എന്നതിൽ നമുക്ക് ചെറിയൊരു ആശയുണ്ട്, ചെറിയൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന ആശങ്ക ഒപ്പമുണ്ട്. കാരണം ഈ വാർത്തകൾക്കപ്പുറം ഇത് കോടതിയിലെത്തി തെളിയിക്കപ്പെടണ്ടേ, അതിലേക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായി എല്ലാവരിലും ആ ഒരു ആധിയും ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയെങ്കിലും നടക്കുന്നു എന്ന പ്രതീക്ഷ മാത്രം കഴിയും. ഓക്കെ ടീച്ചർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രാജീവ് തുടരുന്നുണ്ട്. രാജീവ്, ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ് SIT അന്വേഷണം ഈ ദിശയിൽ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും കോടതിയുടെ നിർദ്ദേശങ്ങൾ അടിക്കടി ഈ സ്വർണ്ണ കവർച്ച കേസിൽ വരുന്ന പശ്ചാത്തലത്തിൽ ശങ്കർദാസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിജയകുമാറും ഒക്കെ അകത്തേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലാണ് ഇപ്പോൾ ഇവരുടെ അറസ്റ്റിലേക്ക് നയിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ശങ്കർദാസിനെയും വിജയകുമാറിനെയും പരമാവധി സംരക്ഷിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും ശങ്കർദാസിനെ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും പ്രമുഖ CPM നേതാവുമായ പത്മകുമാർ അറസ്റ്റിലാകുന്നത്, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ N. വാസു അറസ്റ്റിലാകുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഈ രണ്ട് CPM നേതാക്കൾ അറസ്റ്റിലായത് CPM-ന് വലിയ തിരിച്ചടിയായി, അല്ലെങ്കിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് സർക്കാർ ഇടപെട്ടുകൊണ്ട് കൂടുതൽ ഉന്നത തലത്തിലേക്കുള്ള അറസ്റ്റുകൾ വേണ്ട എന്ന നിർദ്ദേശം നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിവെക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യം ജനജീവി നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇതിനുശേഷമാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങിയത്. പക്ഷേ പോലീസിൽ വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രത്യേകിച്ചും ശങ്കർദാസിന്റെ മകൻ നേരത്തെ ശശികല ടീച്ചർ സൂചിപ്പിച്ചതുപോലെ DIG പദവിയിലിരിക്കുന്ന ആളാണ്, പോലീസിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് ഉണ്ടായി. ഈ അറസ്റ്റ് ഒഴിവാക്കണമെന്ന തരത്തിലുള്ള സമ്മർദ്ദമാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ രാജീവ്, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്ക്